അപ്പോൾ ഇതാ ഈവനിങ് ആയപ്പോൾ ഞാനും ചുഞ്ചുരു ബേബി മാളയ്ക്ക് വന്നേക്കാണ്. വേറെ ഒന്നിനുമല്ല, അഭിയേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അഭിയേട്ടൻ നാട്ടിലില്ലെങ്കിൽ നമുക്ക് കേക്കൊക്കെ മുറിക്കണ്ടേ, അതെല്ലാം ഒരു ചെറിയ സന്തോഷം. പിന്നെ അമ്മാമ്മയ്ക്ക് ഒരു കമ്മൽ മേടിക്കണമായിരുന്നു കേട്ടോ, ഗോൾഡിൻ്റെ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഈ കമ്മലാണ് കേട്ടോ അമ്മാമ്മയ്ക്ക് എടുത്തത്. അമ്മാമ്മയ്ക്ക് അത്ര വലിയ കമ്മലൊന്നും ഇഷ്ടമല്ല. പിന്നെ കേക്ക് മേടിക്കാൻ പോയിട്ടോ, കുറേ കേക്ക് നോക്കി, ഏത് കേക്ക് മേടിക്കുന്നത് കൺഫ്യൂഷൻ. വീട്ടിൽ പിന്നെ അങ്ങനെ അധികം കേക്കൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ ആരും. പിന്നെ വേസ്റ്റ് ആവും, ഞാൻ തന്നെ കഴിക്കേണ്ടി. പിന്നെ ചുഞ്ചുരും അങ്ങനെ കേക്ക് അങ്ങനെ അധികമൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓറിയോൻ്റെ മിൽക്ക് കേക്ക് ഇരിക്കണ്ടായിരുന്നു, അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ അത്യാവശ്യം എല്ലാവരും കഴിച്ച് പിന്നെ വേസ്റ്റ് ആവില്ല. അപ്പോൾ അതും മേടിച്ച് ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. ചീഫ് 10 എണ്ണം മേടിച്ചു ഗൈസ്, 10 രൂപയ്ക്ക്. അതാ ചീറ്റ് ഒരെണ്ണപ്പം കൊണ്ട് കളഞ്ഞു, അടുത്തടുത്തേക്കാ. പിന്നെ എന്താ ചെയ്യുന്നത്? ചുഞ്ചുനുവിന് ചെറിയ ജലദോഷം ഉണ്ട്. അപ്പോൾ ഞാൻ കർച്ചീഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കളഞ്ഞിട്ട് വരണം. അതിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്ന്. ഞങ്ങൾ പിന്നെ നേരെ പോയത് നന്ദനത്തിലോട്ടാണ്. മിക്ക ദിവസങ്ങളും ഞങ്ങൾ ഈ നന്ദനത്തിൽ വരാറുണ്ട് കേട്ടോ, കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. അപ്പോൾ അതാ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ്റെ, അതൊക്കെ മേടിച്ചു. പിന്നെ ചുഞ്ചുനുവിന് പൊട്ടാസ്, അത് ഈ കടയിൽ കയറി കഴിഞ്ഞാൽ അവന് പൊട്ടാസ് വേണം, ഇട്ടാ പൊട്ടി എന്നൊക്കെ പറയും. അങ്ങനെ അത് തപ്പാണ് കേട്ടോ. അപ്പോൾ അത് തപ്പിയെടുത്തു. കാര്യമായിട്ട് തപ്പിയെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞു അടിയിലുള്ള എടുത്തോളാം, കാരണം മുകളിലത്തൊക്കെ ഏകദേശം തണുത്തിരിക്കുകയാണെന്ന്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.